ചോദ്യം ഇതാണ്, 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ 35 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് തന്നിരിക്കുന്ന. പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്താൽ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര? 36 km/h ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സമയം അവൈലബിൾ ആണ്. സമയം എത്രയാ? 35 മിനിറ്റ് കൊണ്ട് അവർ സഞ്ചരിച്ച ദൂരമാണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡും ടൈമും അവൈലബിളാണ്. പക്ഷേ പ്രശ്നം എന്താ? ടൈം യൂണിറ്റ് മാറിക്കിടക്കുക. ഒന്ന് ശ്രദ്ധിച്ച്. സ്പീഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മണിക്കൂറിലാണ്, പക്ഷേ സമയം ഇവിടെ പറഞ്ഞിരിക്കുന്ന മിനിറ്റിലാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. യൂണിറ്റ് സെയിം ആക്കണം എന്ന് പറഞ്ഞാൽ സമയത്തിനെ കൂടി മണിക്കൂറിലാക്കിയ പ്രശ്നം തീർന്നല്ലോ. അപ്പം മിനിറ്റിനെ ഞാൻ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. 60 മിനിറ്റ് ചേരുന്നത് 1 മണിക്കൂർ എന്ന് എൻ്റെ കുട്ടികൾക്കറിയാം. അപ്പോൾ സമയത്തിൻ്റെ യൂണിറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. 35/60 മണിക്കൂർ എന്നാക്കി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഡിസ്റ്റൻസ് കാണാനായിട്ട് സ്പീഡ് എത്രയാ? 36 36 ഇൻറ്റു സമയം എത്ര? 35/60 മണിക്കൂർ എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഇനി ഗുണിക്കാമല്ലോ. ശരി, ക്യാൻസലേഷൻ പറ. 5 വെച്ച് വെട്ടിക്കളയരുതോ ഇവരെ രണ്ടുപേരെയും. 35നെ 5 വെച്ച് വെട്ടിയാൽ 7 ആണ്. 60നെ 5 വെച്ച് വെട്ടിയാൽ 12 ആണ്. ഇനി ആരും വെട്ടിപ്പോവും. ഈ 12ഉം 36ഉം കൂടെ വെട്ടിക്കളയരുതോ. ഈ 12നെയും 36നെയും കൂടെ കട്ട് ചെയ്യാം. 12 ഗുണം 3 ആണ് 36. ബാക്കി എന്ത് വന്നു? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ഗുണം 7 21 കിലോമീറ്റർ ദൂരമാണ് ആ വ്യക്തി ട്രാവൽ ചെയ്തിരിക്കുന്ന ദൂരം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.